സനോജ്, അത്ര മാത്രമേ ഉള്ളൂ. അതിനെ നിങ്ങൾ ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു വിഷയമാക്കുന്നത് സമസ്ത വിഷയത്തിൽ നിങ്ങൾക്ക് സർക്കാർ ഇപ്പോൾ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് പോകുന്നു എന്നത് മറയ്ക്കാനാണ് എന്നതാണ് ശങ്കുട്ടി ദാസിന്റെ രാഷ്ട്രീയമായ ആരോപണം. അല്ല, ഇതിനകത്ത് രാഷ്ട്രീയം തന്നെയാണ് പ്രശ്നം. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് RSS മുന്നോട്ട് വെക്കുന്ന ഈ സനാതന ധർമ്മത്തിൻ്റെതായിട്ടുള്ള ഒരു രാഷ്ട്രീയം അവരുടെ ഭരണത്തിൻ്റെ തണലിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ ശങ്കുട്ടി ദാസ് പറയുന്നു ഇത് മതപരമായ കാര്യത്തെ മുൻനിർത്തിയിട്ടല്ല എന്ന് അദ്ദേഹം ഈ ചർച്ചയിൽ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ അയാൾ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞത് ഇത് സാംസ്കാരികമായിട്ടുള്ള ഒരു പാരമ്പര്യത്തിന് തുടർച്ചയാണെന്ന് അദ്ദേഹം പറയുന്നത്. ഏത് സാംസ്കാരികമായ പാരമ്പര്യമാണ്? ആ സാംസ്കാരിക പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സമീപകാല ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അയ്യങ്കാളി നടത്തിയിട്ടുള്ള ഈ സ്കൂളുകളിലേക്ക് സാധാരണക്കാരൻ്റെ മക്കളെ കൂടി പഠിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ആദ്യത്തെ പോരാട്ടം, അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള സാംസ്കാരിക പാരമ്പര്യവും നമുക്ക് ഈ ശങ്കുട്ടി ദാസ് പറയുന്ന പോലുള്ള ഒരു പാരമ്പര്യം അവിടെ കാണാൻ വേണ്ടി കഴിയില്ല. അവിടെ സമരത്തിൻ്റെ പാരമ്പര്യം മാത്രമേ കാണാൻ വേണ്ടി കഴിയൂ, സമരത്തിൻ്റെ ചരിത്രം മാത്രമേ നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയൂ. അതുകൊണ്ട് ഇത്തരം ക്ലാസ് മുറികൾ സാധാരണക്കാരന് ലഭ്യമാവുന്നത് ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് അനുവദിച്ചതല്ല, വളരെ കൃത്യമായിട്ടും സമരം നടത്തി നേടിയിട്ടുള്ളതാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ RSS മുന്നോട്ട് വെക്കുന്ന ഒരു അജണ്ടയുണ്ട്. ഇപ്പോൾ RSS രൂപീകരിച്ചിട്ട് 100 വർഷമാവുമ്പോഴേക്ക് അവർ ഉദ്ദേശിച്ച രൂപത്തിൽ കേരളത്തിൽ അവർക്ക് ആ രൂപത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കേരളം ലക്ഷ്യം വെച്ചുകൊണ്ട് പല വിധത്തിലുള്ള പദ്ധതികൾ അവർ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ. അതിന് ഗവർണർ ഉപയോഗിക്കുന്നു, വൈസ് ചാൻസലർമാർ ഉപയോഗിക്കുന്നു, കേന്ദ്രത്തിൻ്റെ ഭരണം ഉപയോഗിക്കുന്നു, ഭാരതാംബയുടെ ഫോട്ടോ എന്ന് പറഞ്ഞ് RSSൻ്റെ ശാഖയിൽ കൊണ്ടുവെക്കുന്ന ചില ചിത്രങ്ങൾ ഉപയോഗിക്കുന്നു. അത് എല്ലാം പ്രദർശിപ്പിക്കാനുള്ള വേദിയായിട്ട് സർവകലാശാല ആസ്ഥാനങ്ങൾ ഒരു ഭാഗത്ത് മാറ്റുകയാണ്. ഒരുപാട് സ്കൂളുകൾ ആരംഭിച്ചു. നല്ലതല്ലേ അധ്യാപകരുടെ കാലിൽ പൂജ ചെയ്യുന്നത് എന്നൊരു ചോദ്യം ബാക്കിയാണ്. അതിലേക്ക് ഞാൻ വരാം. ഏതെങ്കിലും ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ചില കാര്യത്തെ മുൻനിർത്തി ഈ സംഭവത്തെ ആകെ റദ്ദ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അതിനൊക്കെ നേരത്തെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്, ഒരുപാട് മറുപടി പറഞ്ഞതാണ്. അതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. കേരളത്തിൽ എണ്ണമറ്റ വിദ്യാർത്ഥി സമരങ്ങൾ നടന്നിട്ടുണ്ട്. ആ സമരത്തിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെയും പൊതുവിദ്യാഭ്യാസ മേഖലയിലെയും നേട്ടങ്ങളും നന്മകളും എന്ന് കക്ഷിരാഷ്ട്രീയതീതമായി എല്ലാ ആളുകളും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ നിരവധി ഉദാഹരണങ്ങൾ അതിനുവേണ്ടി ഇപ്പം തന്നെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഇവിടെ വളരെ കൃത്യമായ ഒരു പദ്ധതി. ഇന്നിപ്പോൾ BJPയുടെ ജില്ലാ പ്രസിഡന്റ് RSS നിയോഗിച്ച ഒരാൾ എങ്ങനെയാണ് അവിടെ കാല് നീട്ടിക്കൊടുത്തത്? എന്തിനാണ് അയാളുടെ കാല് പൂജിക്കാൻ വേണ്ടിയിട്ട് ആ സ്കൂൾ അധികൃതർ ഈ പാവപ്പെട്ട കുട്ടികളോട് അഭ്യർത്ഥിച്ചത്? അത് ശങ്കുട്ടി ദാസ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ശങ്കുട്ടി ദാസ് ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല, BJP അതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന് ശങ്കുട്ടി ദാസ് പറയുകയും ചെയ്തിട്ടുണ്ട്. ശങ്കുട്ടി ദാസ് തള്ളിക്കളഞ്ഞാൽ അത് ഇല്ലാതാവുന്നില്ലല്ലോ. ശങ്കുട്ടി ദാസ് തള്ളിക്കളഞ്ഞാൽ ആ കാര്യം ഇല്ലാതാവുന്നില്ല. അയാളത് തള്ളിക്കളഞ്ഞു. ഒരു നിമിഷം സനോജ്, ശങ്കുട്ടി ദാസ് അയാൾ ആ സ്കൂളിന്റെ താങ്കളെ പോലെയുള്ള ഒരു പ്രസിഡന്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആയിക്കൊള്ളട്ടെ, ശങ്കുട്ടി ദാസ് മാത്രമല്ല അവിടെ ബാലാവകാശ നിയമങ്ങളെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വല്ലപ്പോഴും പോകുമായിരുന്നു എന്നാണ് പറയുന്നത്. അതാണ് അതിലെ ഏറ്റവും വലിയ കോമഡി. ബാലാവകാശ നിയമങ്ങളെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പോയ ആളുടെ കാലാണ് വിദ്യാർത്ഥികൾ കഴിയത്. ഒരു തരത്തിലുള്ള പാദസേവയും ഇത്തരം പൂജകളുമെല്ലാം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. നമ്മുടെ കുട്ടികളെ ജനാധിപത്യത്തിൻ്റെ പുതിയ പാഠങ്ങളാണ് പഠിപ്പിക്കേണ്ടത്. എല്ലാവരെയും തുല്യരായി കാണാൻ പഠിപ്പിക്കുന്ന തരത്തിലേക്കാണ് അവരെ വളർത്തേണ്ടത്. അവരിൽ അങ്ങനെയുള്ള അവകാശബോധമാണ് വളർത്തേണ്ടത്. അതിന് പകരം അവരിലൊരു അടിമബോധം വളർത്താൻ മാത്രമേ ഇത്തരം ചടങ്ങുകൾ ഇടയാക്കൂ എന്ന് ഈ ആധുനിക കാലത്ത് ആർക്കാണ് മനസ്സിലാവാത്തത്? പക്ഷേ സനോജ് പറയുന്നത് ഇതെന്തോ ഗുരുവിനോടുള്ളൊരു അല്ല, ഗുരുത്വമില്ലാത്ത കുട്ടികൾ വളർന്നതിന് മറ്റേ ഏതെങ്കിലും ആളുടെ കാല് കഴുകിയിട്ട് ആ കാല് കഴുകിയ വെള്ളം കുടിക്കലും അതുമായി ബന്ധപ്പെട്ട കാര്യത്തെ മുൻനിർത്തിയിട്ടാണോ ഗുരുത്വം ഉണ്ടാവുക? ഇത് മാത്രമല്ലല്ലോ. ഇപ്പോൾ ചില യൂണിവേഴ്സിറ്റികളിൽ ഇപ്പം എന്താ ഇവർ പഠിപ്പിക്കാൻ സിലബസ് ഉണ്ടാക്കുന്നത്? കോവിഡ് കാലത്ത് നമ്മൾ കണ്ടത്
ഗോമൂത്രം കുടിച്ചാൽ കോവിഡ് മാറും എന്നല്ലേ ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞത്. ഇവരുടെ ലോകസഭയിൽ നിൽക്കുന്ന MP-മാർ ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ നടത്തിയ പ്രസംഗം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. നയിക്കുന്നത് സാംസ്കാരിക പദ്ധതിയാണ്. തീർച്ചയായിട്ടും കേരളം ലക്ഷ്യം വെച്ചുകൊണ്ട് RSS നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ തുടർച്ചയിലാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്നത്. Debate with Dr. Arun Kumar.